ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാം ലെഗ് സെമി പോരാട്ടത്തിൽ ഇന്ന് പി എസ് ജിയും ആർസണലും ഏറ്റുമുട്ടുകയാണ്. ആദ്യ ലെഗിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പോയി 1-0 വിജയിക്കാൻ സാധിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം പി എസ് ജിക്ക് ഉണ്ട്. അതുമാത്രമല്ല, രണ്ടാം ലെഗ് വരുന്നത് പി എസ് ജിയുടെ ഹോം ഗ്രൗണ്ടായ പാക് ഡെ പാസിലാണ്. അപ്പം രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പി എസ് ജിക്ക് സാധിക്കും. അവരുടെ ചാമ്പ്യൻസ് ലെഗ് എന്നുള്ള ഒരു മോഹം ഇതുവരെ കിരീടം നേടാൻ ആർസണലിനും സാധിച്ചിട്ടില്ല, പി എസ് ജിക്കും സാധിച്ചില്ല. അപ്പൊ രണ്ട് ടീമിനും ഒരു സീസൺ ഡിഫൈനിങ് മത്സരം തന്നെയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പി എസ് ജി ആണെങ്കിൽ ഫ്രഞ്ച് ലീഗൊക്കെ നേടി ഇങ്ങനെ എതിരില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് ഫുട്ബോളിൽ. പക്ഷേ ആർസണലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കാരണം ഈ സീസണിൽ ഇനി ഏക കച്ചിത്തുരുമ്പെന്ന് വന്നത് ചാമ്പ്യൻസ് ലീഗാണ്. പ്രീമിയർ ലീഗിൽ ഇത്തവണയും കാലിടറി. അപ്പം സ്വാഭാവികമായിട്ടും രണ്ടും കൽപ്പിച്ച് ഇറങ്ങുക എന്നുള്ളത് രണ്ട് ടീമിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. പക്ഷേ അഡ്വാൻറ്റേജ് പി എസ് ജിക്കൊപ്പമാണ്. കാരണം ആദ്യ ലെഗിലെ 1-0 ലീഡ് അവർക്കൊപ്പമുണ്ട്. സെൻട്രൽ ലീഡാണെങ്കിൽ പോലും അതൊരു ലീഡാണ്. അതിനൊപ്പം തന്നെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നതിന്റെ ആനുകൂല്യം. പിന്നെ പി എസ് ജി കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീമാണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഫസ്റ്റ് ലെഗിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പോയി ആർസണലിനെ പി എസ് ജി പരാജയപ്പെടുത്തും എന്നുള്ളത്. കാരണം ഒരു സമനില അല്ലെങ്കിൽ ഒരു ടൈറ്റ് മത്സരമൊക്കെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ആർസണൽ അത്രയും മികച്ച രീതിയിലാണ് റയൽ മാഡ്രിഡിനെ 5-1 മറികടന്ന് സെമിയിലെത്തിയത്. അപ്പോൾ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആർസണലിന്റെ ഒരു ഡൊമിനേഷൻ തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ പി എസ് ജി ഡെംബലെ ആ ഒരു ഗോൾ നേടിയതോടുകൂടി പിന്നീട് ആർസണലിന് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. ആദ്യത്തെ ഒരു 35 മിനിറ്റോളം കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തത് പി എസ് ജി ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും കിട്ടിയ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ആർസണലിന് സാധിച്ചില്ല. പി എസ് ജിക്കാണ് അവസാനം നല്ല അവസരങ്ങൾ ലഭിച്ചിരുന്നു. അവരുടെ ലീഡ് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണ്. ആദ്യം തന്നെ നമുക്ക് പറയാം, ഒരു 60-40 ചാൻസ് കൊടുക്കേണ്ടി വരും. 60% ചാൻസ് എന്തായാലും പി എസ് ജിക്ക് തന്നെയാണ്. ആർസണലിന് 40% ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തെ എങ്ങനെ സമീപിക്കുന്നു, കളിക്കാരുടെ ഒരു ഫോം, ഇതെല്ലാം ഒരു നിർണായക ഘടകമായിരിക്കും. പിന്നെ ആർസണലിലേക്ക് വരികയാണെങ്കിൽ ആർസണലിന് ഇത്തവണ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം തോമസ് പാർട്ടേ തിരികെ എത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ലെഗിൽ തോമസ് പാർട്ടേ ഉണ്ടായിരുന്നില്ല. സസ്പെൻഷൻ കാരണം പാർട്ടേക്ക് മത്സരം നഷ്ടമായി. അപ്പോൾ പാർട്ടേയുടെ അഭാവം ആർസണലിനെ ശരിക്കും ബാധിച്ചിരുന്നു. ടീമിന്റെ ബാലൻസ് തന്നെ ഇല്ലാതായി എന്ന് പറയേണ്ടി വരും. കാരണം ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള റോളിൽ പാർട്ടേ അവിടെ ഉണ്ടാകുമ്പോൾ പ്രതിരോധ നിരക്ക് ലഭിക്കുന്ന ഷീൽഡ്, അതിനൊപ്പം തന്നെ മത്സരം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. ഡെക്ലാൻ റൈസ് ആണെങ്കിൽ ഡീപ്പർ റോളിലേക്ക് വന്നു. പക്ഷെ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഡെക്ലാൻ്റെ ഒരു കളി നമുക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പം റീസെൻ്റ് ആയിട്ട് അദ്ദേഹം ഫ്രീ ആയിട്ട് വരികയാണെങ്കിൽ, ഒരു ഫ്രീ പ്ലെയർ ആണെങ്കിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കും. അതിപ്പോൾ അറ്റാക്കിങ്ങിലാണെങ്കിലും അല്ലാതെ ഡിഫെൻഡിങ്ങിലാണെങ്കിലും എല്ലാം ഡെക്ലാൻ റൈസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഡെക്ലാൻ ഡീപ്പർ റോളിലോട്ട് വന്നതോടുകൂടി അദ്ദേഹത്തിനും കുറച്ചൊരു പ്രഷർ കൂടുതലായിട്ട് വന്നു. കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈവൻ ഡെംബലയുടെ ആ ഒരു ഗോളൊക്കെ പാർട്ടയാണ് ഉണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും അതിനുള്ളൊരു സാധ്യതയില്ല. ഡെംബലയെ തുടക്കത്തിൽ തന്നെ ചെറുക്കാൻ പാർട്ടയ്ക്ക് സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു വാദമൊക്കെ ഇങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും തോമസ് പാർട്ടേ വരുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, പാർട്ടേ തിരിച്ചെത്തുന്നു. ഇത്രയും കരുത്തനായ ഫിസിക്കാലിറ്റി ഉള്ള ഒരു പ്ലെയർ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനൊപ്പം തന്നെ ഡെക്ലാൻ റൈസ് ഫ്രീ ആവുന്നു. ഡെക്ലാൻ റൈസ് ആയി മാറുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു ലെഫ്റ്റ് മിഡ്ഫീൽഡറുടെ റോളിൽ, അതായത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ ബോർണ്മൗത്തിനോട് പരാജയപ്പെട്ടെങ്കിലും ഒരു ഗോൾ നേടിയത് ഡെക്ലാൻ റൈസ് ആയിരുന്നു. അപ്പോൾ റൈസ് കുറച്ചും കൂടെ ഫ്രീ ആവുന്നു എന്നുള്ളത് ആർസണലിന് വലിയ ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന കാര്യം തന്നെയാണ്. പിന്നെ ചെറിയ ഇഷ്യൂസൊക്കെ ആർസണലിനും ഉണ്ട് പരിക്കിൻ്റെ. ഇപ്പം ഒഡേഗാർഡിന് ചെറിയ ഇഷ്യൂ ഉണ്ട്, പക്ഷെ അദ്ദേഹം കളിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ജൂറിയൻ ടിംബറിനും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ടിംബർ കളിച്ചിരുന്നില്ല. പക്ഷേ ടിംബർ എത്തും, അതായത് ടിംബർ കളിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആർസണൽ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു സിസ്റ്റം വരുമ്പോൾ, അതായത് തോമസ് പാർട്ടേ വരുമ്പോൾ, ഇപ്പം തോമസ് പാർട്ടേ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നു. ലെഫ്റ്റിലാണെങ്കിൽ ഡെക്ലാൻ റൈസ്, റൈറ്റിൽ ഒഡേഗാർഡ്. അപ്പം ഈ ഒരു സിസ്റ്റം വരുമ്പം മിക്കൽ മെറീനോ ഫ്രണ്ടിൽ കളിക്കുകയാണ്, അതായത് സ്ട്രൈക്കറുടെ റോളിൽ കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആർസണലിന് കാര്യങ്ങൾ സ്മൂത്ത് ആവും. അതായത് അറ്റാക്ക് കുറച്ചും കൂടെ ട്രാൻസിഷനൊക്കെ വളരെ സ്മൂത്ത് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ട്രൊസാർഡിനെ സ്റ്റാർട്ടിംഗ് 11 ആർട്ടേറ്റ കളിപ്പിക്കുമോ അല്ലെങ്കിൽ മിക്കൽ മെറീനോയെ സ്റ്റാർട്ടിംഗ് 11 സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. പിന്നെ ഈ ഒരു മത്സരം ആർസണലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അവരുടെ ഭാഗത്തു നിന്ന് വേണം. അല്ലെങ്കിൽ പി എസ് ജിയെ മറികടക്കുക പാക് ഡെ പാസിൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. കാരണം ബുക്കായോ സാക്കയുടെ ഭാഗത്തു നിന്ന് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സാക്കയെ നന്നായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ മെൻഡസിന് സാധിച്ചിരുന്നു. പി എസ് ജിയുടെ ലെഫ്റ്റ് ബാക്കായ മെൻഡസ് സാക്കയ്ക്ക് അധികം സ്പേസ് ഒന്നും കൊടുത്തിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സാക്ക ഇത്തവണ ആ ഒരു പൂട്ടൊക്കെ പൊട്ടിച്ച് ആ സാക്കയുടെ ഒരു
മാസ്മരികത പുറത്തെടുക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്തായാലും ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഏതെങ്കിലും ഒരു പ്ലെയറുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സ്പെഷ്യൽ പെർഫോമൻസ് ഒന്ന് രണ്ട് പ്ലെയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ആർസണലിന് PSG മറികടക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാമല്ലോ ഇപ്പോൾ ഡെക്ലാൻ റൈസിൻ്റെയൊക്കെ പെർഫോമൻസ് റയൽ മാഡ്രിഡിനെതിരെയൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആരെങ്കിലും എമുലേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. പിന്നെ സെറ്റ് പീസുകൾ വഴി സ്കോർ ചെയ്യാനുള്ള ആർസണലിൻ്റെ ആ ഒരു വൈദഗ്ധ്യം അതും നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ PSG ഡിഫൻസിന് നമുക്ക് ഒരിക്കലും മോശമായിട്ട് കാണാൻ പറ്റില്ല. പലപ്പോഴും ആർസണലിന്റെ ഡിഫൻസിന്റെ ശക്തി നമ്മളിങ്ങനെ വിവരിക്കുമ്പോൾ, സാലിബയുടെയൊക്കെ ശക്തി വിവരിക്കുമ്പോൾ PSG ഡിഫൻസിനെ കുറിച്ച് അധികം പറയാറില്ല. പക്ഷേ PSG ഡിഫൻസും വളരെ സെറ്റായിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രണ്ട് പ്ലേയേഴ്സ് പാച്ചോ ആണെങ്കിലും മാർക്വിനിയസ് ആണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ്ഡ് യങ് കോമ്പിനേഷൻ സെൻട്രൽ ബാക്കുകൾ എന്നുള്ള രീതിയിൽ അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. പിന്നെ മാൻ ഓഫ് ദി മൊമെന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്ലെയർ മറ്റാരുമല്ല, ഡൊണ്ണാരുമയാണ്. റായ നല്ല ഗോൾ കീപ്പറാണ്. പക്ഷേ ഡൊണ്ണാരുമ എന്ന് പറഞ്ഞ ബിഗ് മാച്ചിൽ നിർണായകമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഗോൾ കീപ്പറാണ്. കഴിഞ്ഞ 2 ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഡൊണ്ണാരുമയെ മറികടക്കുക എന്നുള്ളതും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ തന്നെയായിരിക്കും ആർസണലിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് പെനൽറ്റി ഷൂട്ടൗട്ടൊക്കെ വരികയാണെങ്കിൽ ഡൊണ്ണാരുമയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഇതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. PSG ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് ഹോം ഗ്രൗണ്ടാണ്. രണ്ടാമത്തെ കാര്യം ഒരു ഗോളിൻ്റെ ലീഡ് അവർക്കുണ്ട്. അതിനൊപ്പം തന്നെ അവരുടെ പേസ്, പ്രസ്സിങ്ങിലുള്ള ഇൻറ്റൻസിറ്റി അതെല്ലാം PSG ഒരു വേറിട്ട ടീമാക്കി മാറ്റുന്നുണ്ട്. എന്തായാലും ഒരു നല്ല പോരാട്ടം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു ഏകപക്ഷീയമായുള്ള മത്സരത്തിനുള്ള സാധ്യത വളരെ വിരളമാണ്. ഒരു ടൈറ്റ് കോണ്ടസ്റ്റ് തന്നെയായിരിക്കും. പക്ഷേ കണക്കുകളിലെ കളിയിൽ, അതായത് അവസാനം ആര് അഗ്രിഗേറ്റ് സ്കോറിൽ മുന്നിലെത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇരു ടീമുകളും തമ്മിലുള്ള മത്സരത്തിൽ ആർസണലിന് ഒരു തിരിച്ചുവരവിനുള്ളൊരു സാധ്യതയുണ്ടോ PSG ഹോം ഗ്രൗണ്ടിൽ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.